എന്ന സ്ഥാനാർത്ഥി ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. അത് എന്തുകൊണ്ടാണ് ശരിയാവില്ല എന്ന് പറഞ്ഞത് വിസ്തരിക്കപ്പെടേണ്ട സമയമാണിത്. ഇപ്പൊ വിഷയം അതല്ല. ആ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് പോയാൽ അവിടെ ജയിക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് വിശദീകരിക്കപ്പെടാം. ഞാൻ കാരണം പോയിന്റുകൾ നോട്ട് ചെയ്ത് കൊണ്ടിട്ടുണ്ട്. കാരണം വൈകാരികമായി ഞാൻ സംസാരിക്കുന്നു എന്ന് ഒരു വിഷയം സ്വാഭാവികമാണ്. ഞാൻ വായ കൊണ്ട് സംസാരിക്കാറില്ല. ഞാൻ എൻ്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങളാണ് പറയാറുള്ളത്. ഇവിടെ ചില രാഷ്ട്രീയക്കാരൊക്കെ നടത്തുന്നത് പോലെ ഉള്ളിലൊന്ന് വെച്ച് പുറത്തേക്കൊന്ന് പറയാൻ എനിക്ക് കഴിയില്ല. എൻ്റെ മനസാക്ഷിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഞാൻ അറിയാതെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ചില വാക്കുകൾ എൻ്റെ അടുത്തുനിന്ന് എന്താ പറയുക വൈകാരികമായി തെറ്റിപ്പോകുന്നു എന്ന വിഷയമുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു ഇത്രയും ക്രൂഷ്യലായ ഒരു സമയത്ത് ചില പോയിന്റുകൾ നോട്ട് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ആ ഉദ്ദേശത്തോടു കൂടിയാണ് അത് പറഞ്ഞത്. ആ ഉദ്ദേശത്തെ ഇവിടെ എന്താണ് പറയുക പൂർണ്ണമായും തിരസ്കരിക്കപ്പെട്ടു. എൻ്റെ പാർട്ടിയുടെ അക്കമഡേഷനെ കുറിച്ചുണ്ടായ ചർച്ചകൾ നമുക്കറിയാം. അവസാന ഘട്ടത്തിൽ അസോസിയേറ്റഡ് പാർട്ടി എന്ന നിലക്ക് ചർച്ചകൾ നടന്നു. ഞാൻ അതിനും സമ്മതിച്ചു. ആ സമ്മതിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിക്ക് നിങ്ങൾ എവിടെ സീറ്റ് തരും. കാരണം അതിനു മുമ്പുണ്ടായ 2-ാം തീയതി ഈ മാസം 2-ാം തീയതി കോഴിക്കോട് നടന്ന UDF യോഗത്തിന്റെ മുമ്പ് നിരുപാധികം നിങ്ങൾ എന്ത് തീരുമാനിച്ചോ ബസിന്റെ സ്റ്റെപ്പിൽ ഞാൻ പോരാമെന്ന് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടാ ഞാൻ വാക്ക് കൊടുത്തത്. ബാക്കി കാര്യങ്ങൾ കുഞ്ഞാലി സാഹിബ് നിങ്ങൾ ഏറ്റാ മതി എന്ന് പറഞ്ഞതാ. ആ വിശ്വാസത്തിലായിരുന്നു. ആ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള UDF ലീഡർഷിപ്പ് ഉൾപ്പെടെ അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അദ്ദേഹം നിർവഹിച്ചില്ല എന്ന് മാത്രമല്ല അത് നീട്ടി കൊണ്ടുപോയി. തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെങ്കിൽ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ ഞങ്ങളെ വാലിൽ കെട്ടാമെന്ന ദുരുദ്ദേശത്തിലാണ് UDF ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനം പോലും അദ്ദേഹം പ്രഖ്യാപിക്കാതിരുന്നത്. അപ്പോഴാണ് എന്ത് വരുന്നത്? എലക്ഷൻ വരുന്നത്. സ്വാഭാവികമായിട്ടും ഈ പറയുമ്പോ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപനം നടത്തുമ്പോ നിങ്ങൾക്കറിയാം തൂക്കിക്കൊല്ലാൻ പോകുന്ന ഒരു പ്രതിയോട് ചോദിക്കും നിങ്ങൾക്ക് അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഏറ്റവും ചെറിയ നീതി. മനുഷ്യ നിങ്ങൾ മരിക്കാൻ പോവുക, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾക്ക് വല്ല ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കും. അതിനെങ്കിലും ഞാൻ അർഹനല്ലേ? എന്നെ തൂക്കിലേറ്റാണല്ലോ. ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നോട് ചോദിച്ചിട്ടില്ല, പോട്ടെ. എന്നാൽ ആ പ്രഖ്യാപനം നടത്തുമ്പോ ഈ പറയുന്ന അസോസിയേറ്റ് മുന്നണിയായി ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതോടൊപ്പം അത് പ്രഖ്യാപിക്കാനുള്ള ഒരു ചെറിയ മര്യാദയെങ്കിലും, ചെറിയൊരു മര്യാദ, ഒരു സാമൂഹിക മര്യാദ ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? പിന്നെ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തന രംഗത്ത് ഇറങ്ങിയോടുകൂടി എന്തായി? ഈ ദുഷ്ടബുദ്ധി എന്താണ് അദ്ദേഹം കണക്കൂട്ടിയത്? ഞങ്ങൾ ലോക്കായില്ലേ, ആയിരക്കണക്കിന് പ്രവർത്തകരില്ലേ? എനിക്ക് ആ പാർട്ടിയോടെ ഒരു ബാധ്യത ഇല്ലേ? AITC എന്ന് പറയുന്ന ഒരു സംവിധാനമല്ലേ? മമതാ ബാനർജി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയും 100-200 MLA-മാരും 42 MP-മാരുമുള്ള പാർലമെന്റിലെ ഒരു പാർട്ടിയുടെ ഒരു സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവാ. ഞാൻ എന്താ ചെയ്യാ? നിങ്ങൾ പറ, ജനങ്ങൾ പറയൂ. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു? രണ്ടും നടക്കൂല. കാരണം ഷൗക്കത്തിനെ വെച്ച് മുന്നോട്ട് പോകാൻ ഒരിക്കലും കഴിയില്ല, ജയിക്കൂല. ഞാൻ വിശദീകരിക്കാം. വലിയ അബദ്ധത്തിലേക്കാണ് പോണത്. ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന്. എന്തുകൊണ്ട് പറഞ്ഞു? എനിക്കൊരു നീതിയും കിട്ടാൻ പോകുന്നില്ല ഈ പാർട്ടിക്ക് എന്ന് ഉറപ്പിച്ച് പറഞ്ഞതുകൊണ്ടാണ്. അപ്പം അവിടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. പിന്നീടാണ് ചർച്ചകൾ ആരംഭിക്കുന്നത്. UDF നേതൃത്വം മുഴുവൻ ഇദ്ദേഹത്തിന്റെ ഈ നിലപാട് ശരിയായില്ല എന്ന് കൃത്യമായി പറഞ്ഞു. വാർത്തകളിൽ